നമസ്കാരം. ഗുരുവായൂർ ഡിവോട്ടീസ് ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം. സർവം കൃഷ്ണമയം. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് മഹാശിവരാത്രിയെക്കുറിച്ചാണ് കേട്ടോ. ഇനി വരുന്ന വളരെ വളരെ വിശേഷപ്പെട്ട ഒരു ദിവസമാണ് ശിവരാത്രി. അത് ഫെബ്രുവരി 15-ാം തീയതിയാണ് വരുന്നത്. അപ്പോൾ ഈ വർഷത്തെ ശിവരാത്രിക്ക് വളരെയേറെ പ്രാധാന്യമുണ്ട്. അതെന്താണെന്നറിയോ? ഇന്നിപ്പോൾ ഏകാദശിയാണ്, എല്ലാവരും ഏകാദശി നോറ്റിട്ടുണ്ടെന്ന് വിചാരിക്കണം. നാളെ പ്രദോഷമാണ് 14-ാം തീയതി. അത് ശനി പ്രദോഷമാണ്. വളരെ കേമാണ് മഹാദേവന്, വളരെ വിശേഷമാണ്. അപ്പോൾ ഈ പ്രദോഷം കഴിഞ്ഞിട്ട് പിറ്റേ ദിവസമാണ് ശിവരാത്രി വരുന്നത്. അതും ഞായറാഴ്ചയാണ് വരുന്നത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ അത്രയും പ്രാധാന്യമുള്ള ദിവസങ്ങൾ അങ്ങനെ അടുപ്പിച്ച് വരുമ്പോൾ അതുകൊണ്ടാണ് അത്രയും വിശേഷമാണെന്ന് പറയുന്നത്. അതാണ് ഈ വർഷത്തെ ഒരു ശിവരാത്രിയുടെ ഇത്രയേറെ പ്രാധാന്യം, ഇത്രയേറെ മഹാത്മ്യം പറയണത്. അപ്പോൾ ആ ശിവരാത്രി എങ്ങനെയാണ് നോൽക്കേണ്ടത്, ശിവരാത്രി നോറ്റിക്കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെയാണ് ലഭിക്കുന്നത്, അതേപോലെ തന്നെ ശിവരാത്രിയുടെ മാഹാത്മ്യം, ഇതൊക്കെ നമുക്ക് പറയണമല്ലോ. അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് കേട്ടോ. ശരിക്കും 1000 ഏകാദശിക്ക് അര ശിവരാത്രി എന്ന് പറയാം. അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ ശിവരാത്രി പകുതി നോൽക്കണം എന്നല്ലാട്ട് ഉദ്ദേശിക്കുന്നത്, അത്രയേറെ വിശേഷമാണെന്നാണ് പറയണത്. വർഷത്തിൽ ഒരിക്കലേ ശിവരാത്രി വരുള്ളൂ, ഏകാദശി മാസത്തിൽ 2 എണ്ണം വരുമല്ലോ. പിന്നെ മഹാദേവൻ എന്ന് പറയുന്ന നമ്മുടെ ഭഗവാൻ ഉണ്ടല്ലോ, വളരെ ശക്തിയുള്ള ക്ഷിപ്രപ്രസാദിയാണ് മഹാദേവൻ. ശുദ്ധനാണ്. അപ്പോൾ ശുദ്ധ ഹൃദയത്തോട് കൂടിയിട്ട് നമ്മൾ അങ്ങോട്ട് ചെല്ലുകയാണെങ്കിൽ, അതായത് നല്ല ചിന്തകളോട് കൂടിയിട്ട്, ആരെയും ദ്രോഹിക്കണം എന്നുള്ള ആ ഒരു മനസ്സില്ലാതെ നന്മകൾ മാത്രം ചെയ്തുകൊണ്ട് അങ്ങനെയുള്ള കുറേ ചിന്തകളൊക്കെ കൂടിയിട്ട് മഹാദേവനെ സമീപിക്കുകയാണെങ്കിൽ, പ്രാർത്ഥിക്കുകയാണെങ്കിൽ നമുക്ക് എന്താഗ്രഹവും മഹാദേവൻ നടത്തി തരും. അങ്ങനെയാണ് പറയാം. അപ്പോൾ അത്രയും പെട്ടെന്നാണ് പ്രസാദിക്കുക. അതേപോലെ തന്നെ പെട്ടെന്ന് കോപിക്കുകയും ചെയ്യും കേട്ടോ. അങ്ങനെ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നന്നായാൽ മതി, നല്ല മനസ്സുണ്ടായാൽ മതി, അത്രയേ വേണ്ടൂ. നമ്മൾ ശുദ്ധന്മാരായിട്ടിരിക്കുക. മഹാദേവൻ ശുദ്ധനാണ്. അതുകൊണ്ട് തന്നെ എന്താഗ്രഹവും വേഗം നടത്തി തരും. പ്രത്യേകിച്ച് ശിവരാത്രിയൊക്കെ നോറ്റിക്കഴിഞ്ഞാൽ എല്ലാ വിധത്തിലുള്ള പാപങ്ങളും അത് ഇല്ലാതാക്കുന്ന പറയാം. ഈ ജന്മത്തിൽ തന്നെ നമ്മളെല്ലാവരും പാപങ്ങൾ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം പാപം ചെയ്തവരാണ് എല്ലാവരും. കഴിഞ്ഞ ജന്മത്തിലെ കുറേ പാപങ്ങളുടെ ഒരു സഞ്ചി തൂക്കിയിട്ടാണ് ഈ ജന്മത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നത്. അപ്പോൾ ഈ പാപങ്ങളൊക്കെ ഒന്ന് പോകണ്ടേ? അപ്പോൾ ശിവരാത്രി നോറ്റു കഴിഞ്ഞാൽ എല്ലാ വിധത്തിലുള്ള പാപങ്ങളും മാറിക്കിട്ടും എന്നാണ് പറയുക. ഇപ്പോൾ ഗുരുശാപം, സ്ത്രീ ശാപം, ഇതൊക്കെ വളരെ എന്താ പറയുക കഠിനമായിട്ടുള്ള ശാപങ്ങളാണ്. അവരുടെ അടുത്തൊന്നും ശാപം വാങ്ങിക്കരുതെന്ന് പറയാം. അതുപോലും ഇല്ലാതാക്കും ശിവരാത്രി നോറ്റു കഴിഞ്ഞാൽ എന്ന് പറയാറുണ്ട്. അത്രയും വിശേഷമാണ്, അത്രയും മഹാത്മ്യമുള്ളതാണ് മഹാശിവരാത്രി. അത് വരുന്നത് ഈ വരുന്ന ഞായറാഴ്ച ഫെബ്രുവരി 15-ാം തീയതിയാണ് കേട്ടോ. അപ്പോൾ നമുക്കിന്ന് ശിവരാത്രിയെക്കുറിച്ച് പറയാം, മഹാത്മ്യത്തെക്കുറിച്ച് പറയാം. അതിലേക്കൊക്കെ കടക്കുന്നതിന് മുൻപായിട്ട് നമുക്ക് അലങ്കാരം പറയണമല്ലോ. അപ്പോൾ ഗുരുവായൂരപ്പൻ്റെ അലങ്കാരം തന്നെ പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാം കേട്ടോ. ഇന്നലെ നല്ല തിരക്കുള്ള ഒരു ദിവസം തന്നെയായിരുന്നു കേട്ടോ. കാരണം ഹർത്താലൊക്കെ ആണെങ്കിലും ഗുരുവായൂരപ്പന് ഹർത്താലൊന്നുമില്ല. അപ്പോൾ നല്ല ഭക്തർ വന്നിട്ടുണ്ടെന്നല്ലേ, അത്യാവശ്യം സാധാരണ ഈ കഴിഞ്ഞ ദിവസങ്ങളെക്കാളും ഒക്കെ തിരക്ക് അനുഭവപ്പെട്ട ഒരു ദിവസമായിരുന്നു ഇന്നലെ. ഒരുപാട് പേര് ഭഗവാനെ കാണാനായിട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഭഗവാൻ നല്ല സന്തോഷത്തിലാണ്. ഇപ്പം ഹർത്താലാണ്, വണ്ടികളൊന്നുമില്ല, എന്നിരുന്നാലും എന്നെ കാണാനായിട്ട് എല്ലാവരും എത്തിയിട്ടുണ്ടല്ലോ ഇവിടെ എന്നുള്ള ഒരു സന്തോഷം ഉണ്ടല്ലോ, അത് ഭഗവാന്റെ മുഖത്തുണ്ട്. അല്ലെങ്കിൽ ഭഗവാൻ വിഷമാവും. ഭഗവാൻ തന്നെ എല്ലാവരെയും ഭഗവാന്റെ അടുത്തേക്ക് വരുത്തുന്നത്, അങ്ങനെയും കൂടെ പറയണല്ലോ. അപ്പോൾ എല്ലാവരെയും സന്തോഷിപ്പിക്കാനായിട്ട് ഇന്നലെ എങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു അറിയോ? മുരളീധരനായിട്ടാണ് നമ്മുടെ ഭഗവാൻ അലങ്കാരത്തിൽ ഇങ്ങനെ ചാർത്തിയിട്ടുണ്ടായിരുന്നത്. പൊന്നോടക്കുഴൽ ചുണ്ടോട് ചേർത്ത് പിടിച്ച് വേണുനാഥം പൊഴിക്കുകയാണ്. ഭഗവാൻ ഏത് രൂപത്തിലാണോ ഭക്തർക്ക് കാണാനായിട്ട് ഏറ്റവും കൂടുതൽ ഇഷ്ടം, അതേ രൂപത്തിൽ തന്നെ ഭഗവാൻ വന്നിരിക്കുന്നത് കേട്ടോ. മനോഹരമായി ചാർത്തിയിരിക്കുന്ന മിടുക്കനായുള്ള ഒരു ഉണ്ണിയായിട്ടാണ് ഇന്നലെ ശ്രീലകത്ത് നിൽക്കുന്നുണ്ടായിരുന്നത് നമ്മുടെ ഗുരുവായൂരപ്പൻ. 2 തിരുമുടിമാലയുണ്ട് ഭഗവാന്. ഒരെണ്ണം ചുവപ്പും പച്ചയാണ്, തെച്ചിയും തുളസിയും കൂടി കോർത്തിട്ട്. പിന്നെ ഒന്നില് തെച്ചിയുണ്ട്, തുളസിയുണ്ട്, നന്ദിയാറുവട്ടമുണ്ട്. പിന്നെ ഒരു ഉണ്ടമാലയുണ്ട് കേട്ടോ. അതിൽ ചുവപ്പും വെളുപ്പും കൂടി ഇങ്ങനെ ഇടകലർന്നിട്ടാ, ഇപ്പം നന്നായി ഇങ്ങനെ മിക്സ് ചെയ്ത് കോർക്കില്ലേ, അതേപോലെ കോർത്തിരിക്കുന്നത്. അത് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. അതിനടുക്കാണ് ഓടക്കുഴൽ ഊതിക്കൊണ്ട് നമ്മുടെ ഗുരുവായൂരപ്പൻ നിൽക്കുന്നുണ്ടായിരുന്നത്. പൊന്നും കിരീടമൊക്കെ ചൂടിയിട്ടുണ്ട്. നെറ്റിയിൽ ഒരു ഗോപി തിലകം വെച്ചിട്ടുണ്ട്. 2 കാതുകളിലും ഗോപി തിലകമാണ് വെച്ചിരിക്കുന്നത്. നന്നായിട്ട് പുഞ്ചിരിച്ചു കൊണ്ടാട്ടോ ഭഗവാൻ നിൽക്കുന്നത്. നല്ല സന്തോഷമുണ്ട്. എല്ലാവരും ഇങ്ങനെ കാണാനായിട്ട് വന്നിരിക്കുകയല്ലേ, അതിൻ്റെയൊക്കെ ഒരു സന്തോഷം നന്നായി മുഖത്ത് കാണാനായിട്ടുണ്ടായിരുന്നു. പിന്നെ 2 മാലയുണ്ട്. ഒരു വളയം പോലത്തെ മാല, പിന്നെ ഒരു മാലയുണ്ട്. ആ വയറിൻ്റെ ഭാഗത്തായിട്ടും ഒരു ഗോപി തിലകം വെച്ചതായിട്ട് ഞാൻ കണ്ടു കേട്ടോ. നല്ല തിളക്കൊന്നും ഉണ്ടായിരുന്നില്ല അവിടേക്ക്. ആ വെളിച്ചം തട്ടിയാലാണ് ഒരു തിളക്കം വരിക. പിന്നെ കൈവളകളും തോൾവളകളൊക്കെ അണിഞ്ഞിട്ടുണ്ട്. പൊന്നോടക്കുഴലിൽ ഇങ്ങനെ ചുണ്ടോട് ചേർത്ത് പിടിച്ചിട്ട് വേണുനാഥം പൊഴിക്കുക ഭഗവാൻ.
അരയിൽ പട്ടുകോണകമൊക്കെ ചുറ്റിയിട്ടുണ്ട്, കിങ്ങിണിയൊക്കെ ചാർത്തിയിട്ടുണ്ട്. പിന്നെ കുഞ്ഞിക്കാലുകൾ രണ്ടും ഇങ്ങനെ പിണച്ച് വെച്ചുകൊണ്ടാണ് കേട്ടോ നിൽക്കുന്നുണ്ടായിരുന്നത്. ആ കാലുകളിലൊക്കെ കാൽത്തളകൾ ഉണ്ടായിരുന്നു. നല്ല വീതിയുള്ള, നല്ല സ്വർണത്തിൻ്റെ വീതിയുള്ള കാൽത്തളകളാണ് ഇന്നലെ അണിഞ്ഞിട്ടുണ്ടായിരുന്നത്. നന്നായി അത് കാണുന്നുണ്ടായിരുന്നു ദൂരെ നിന്ന് നോക്കുന്ന സമയത്തെ. അങ്ങനെ നല്ല സുന്ദരനായിട്ട് അണിഞ്ഞൊരുങ്ങിയിട്ട് വേണുനാഥം പൊഴിക്കുന്ന മുരളീധരനായിട്ടായിരുന്നു ഇന്നലെ നമ്മുടെ ഗുരുവായൂരപ്പൻ്റെ അലങ്കാരം ചാർത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവരും ആ മോഹന രൂപം ഒന്ന് മനസ്സിൽ കണ്ടു നോക്കൂ. എന്നിട്ട് നന്നായിട്ട് തൊഴുതു പ്രാർത്ഥിച്ചോളൂ. ഭഗവാന്റെ പാദങ്ങളിൽ എല്ലാവരും ഒന്ന് നമസ്കരിച്ചോളൂ. ഗുരുവായൂരപ്പ ശരണം എന്നൊന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിക്കോളൂ. അങ്ങനെ ഓടക്കുഴൽ ഊതുന്ന ഉണ്ണിക്കണ്ണനെ, നമ്മുടെ പൊന്നുണ്ണികൃഷ്ണനെ തൊഴുത് നമസ്കരിച്ചിട്ട് നേരെ ഗണപതിയുടെ അടുത്തേക്കാണ് കേട്ടോ. ഗണപതി വളരെ ലളിതമായിട്ടാണ് അണിഞ്ഞൊരുങ്ങിയിരിക്കുന്നത്. ചുവന്ന നിറത്തിലാണ് ഒരു ഉടയാട ഉണ്ടായിരുന്നത്. നല്ല തിളക്കണ്ടായിരുന്നു, ലേസൊക്കെ പതിപ്പിച്ചിട്ട്. മാലകളൊന്നും അണിഞ്ഞിട്ടില്ല കേട്ടോ. ഈ ഉടയാട ഇങ്ങനെ നന്നായി ഇങ്ങനെ കയറ്റിയിട്ടാണ് കെട്ടിയിരിക്കുന്നത്. പിന്നെ മുഖച്ചാർത്തൊക്കെ നല്ല ഭംഗിയുണ്ട്. ചുറ്റിലും ഇങ്ങനെ സ്വർണ്ണ പൊട്ടുകൾ വെച്ചിട്ടുണ്ട്. ദേഹത്തല്ല, ദേഹത്തിന് പുറത്തായിട്ടാണ് സ്വർണ്ണ പൊട്ടുകൾ വെച്ചിരിക്കുന്നത്. നെറ്റിയിലെ ഒരു വെളുത്ത നൂല് കൊണ്ടുള്ള ഒരു വട്ടപ്പൊട്ട്, അതിന് നടുക്കൊരു തുളസിയിൽ ഇങ്ങനെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. അങ്ങനെയായിരുന്നു പൊട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കിരീടം ചാർത്തിയിരിക്കുകയാണ്. അത് ചന്ദനം കൊണ്ട് ഇങ്ങനെ തട്ടുകളായി ചാർത്തിയിട്ട് അവിടെ ചന്ദനവും പിന്നെ ഈ വെളുത്ത നിറവും ചുവന്ന പട്ടും ഒക്കെ ഇങ്ങനെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. അങ്ങനെയായിരുന്നു ഗണപതിയുടെ കിരീടം. അപ്പോൾ അതായിരുന്നു അലങ്കാരം. എല്ലാവരും അങ്ങനെ വളരെ ലളിതമായിട്ട് അണിഞ്ഞൊരുങ്ങിയിരിക്കുന്ന നമ്മുടെ ഗണപതിയുടെ രൂപമൊക്കെ നന്നായി ഒന്ന് മനസ്സിൽ ധ്യാനിച്ചിട്ട് തൊഴുത് പ്രാർത്ഥിച്ചോളൂ കേട്ടോ. എല്ലാവരും ഗണപതിക്ക് മുന്നിലൊന്ന് ഏത്തമിട്ടോളൂ. ഇനി നേരെ നമ്മൾ എത്തിയിരിക്കുന്നത് ഭഗവതി അമ്മേനെ തൊഴാനായിട്ടാണ്. ഭഗവതി അമ്മയ്ക്ക് മഞ്ഞ നിറത്തിൽ നല്ല മഞ്ഞ പട്ടാട്ടോ ലേസൊക്കെ പതിപ്പിച്ചില്ല. ആ അവസാനത്തെ കുറച്ച് ഭാഗമേ കാണുള്ളൂ. കാരണം ഈ മടിയുടെ ഭാഗത്തൊക്കെ നിറയെ പൂക്കൾ ഇത് അർച്ചന ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് വളരെ കുറച്ച് മാത്രമാണ് ആ പട്ടുടയാടയുടെ കാണുന്നുണ്ടായിരുന്നുള്ളൂ. നല്ല തിളക്കാണ് കേട്ടോ ഭഗവതി അമ്മയുടെ മുഖത്തിന് ചുറ്റും. കാരണം അതേപോലെയാണ് അലങ്കാരങ്ങൾ വെച്ചിരിക്കണതേ. മാലകൾക്ക് പകരമായിട്ട് 3 ഗോപി തിലകങ്ങൾ, അതിൻ്റെ ആ കൂർത്ത അഗ്രം താഴോട്ട് വരുന്ന രീതിയിൽ ഇങ്ങനെ കഴുത്തിൽ വെച്ചിട്ടുണ്ട്. അത് 3 എണ്ണം. പിന്നെ കാതിൽ സ്വർണ്ണ പൊട്ടുകൾ വെച്ചിട്ടുണ്ട്. പിന്നെ ഈ നെറ്റിത്തടത്തിൽ മുഴുവനായിട്ടും സ്വർണ്ണ പൊട്ടുകളൊക്കെയാണ് വെച്ചിരിക്കുന്നത്. നെറ്റിയിലൊരു സ്വർണ്ണ ഗോപിയും കൂടെ ഉണ്ട്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഭഗവതി അമ്മയുടെ മുഖത്തിന് ചുറ്റും സ്വർണ്ണ പൊട്ടുകളും സ്വർണ്ണ ഗോപികളും ഇങ്ങനെ ചുറ്റും വെച്ചിരിക്കുക. അപ്പോൾ തന്നെ ആ മുഖം ഇങ്ങനെ എടുത്ത് കാണിക്കുന്നുണ്ട് നല്ല തിളക്കത്തോട് കൂടിയിട്ട്. അങ്ങനെ നല്ല ഭംഗിയായിട്ട് ചാർത്തിയിട്ടുള്ള ഒരു അലങ്കാരമായിരുന്നു. നല്ല തിളക്കമുണ്ടായിരുന്നു നോക്കുമ്പോൾ തന്നെ കേട്ടോ. അങ്ങനെയായിരുന്നു ഇന്നലത്തെ ഭഗവതി അമ്മയുടെ അലങ്കാരം ഉണ്ടായിരുന്നത്. എല്ലാവരും ആ ഒരു രൂപമൊക്കെ നന്നായി മനസ്സിൽ കണ്ടിട്ട് തൊഴുതു പ്രാർത്ഥിച്ചോളൂ കേട്ടോ. ഭഗവതി അമ്മയ്ക്ക് മുന്നിലും എല്ലാവരും ഒന്ന് നമസ്കരിച്ചോളൂ. ഇനി അയ്യപ്പനെ തൊഴാനായിട്ട് പോകുക കേട്ടോ. അയ്യപ്പന് നന്നായിട്ട് അണിഞ്ഞൊരുങ്ങി സർവാഭരണ വിഭൂഷിതനായിട്ടായിരിക്കും ഉണ്ടായിരുന്നത്. കറുപ്പ് നിറത്തിലാണ് ഉടയാട. അതിൽ നിറയെ സ്വർണ്ണത്തിൻ്റെ ഡിസൈനാണ് കേട്ടോ. അപ്പോൾ ആ കറുപ്പിനേക്കാൾ കൂടുതൽ ആ സ്വർണ്ണ നിറമാണ് എടുത്ത് കാണിക്കുന്നുണ്ടായിരുന്നത്. പിന്നെ അരയിൽ ഒരു മഞ്ഞ പട്ട് ചുറ്റിയിട്ടുണ്ട്. ഒരു കിങ്ങിണി പോലെ ഒരു മാല ഇങ്ങനെ അരയിൽ വെച്ചിട്ടുണ്ട്. പിന്നെ 3 മാലകൾ കഴുത്തിൽ അണിഞ്ഞിട്ടുണ്ട്. നല്ല തിളക്കം. കാതുകളിലൊക്കെ സ്വർണ്ണപ്പൂക്കളാണ് വെച്ചിരിക്കുന്നത്. കാതുകൾക്ക് മുകളിലായിട്ടും പിന്നെയും സ്വർണ്ണപ്പൂക്കൾ 2 എണ്ണം വെച്ചിട്ടുണ്ട്. ചുണ്ടൊക്കെ നന്നായിട്ട് ചുവപ്പിച്ചിട്ടാണ് അയ്യപ്പനിരിക്കണേ. നല്ല മനോഹരമായിട്ടുള്ള മുഖച്ചാർത്ത്. നെറ്റിയിലൊരു ഗോപി തിലകം ഉണ്ട് കേട്ടോ. ഒരു പ്രത്യേക രീതിയിൽ കുറച്ച് പരന്ന തരത്തിലുള്ള ഒരു തിലകമാണ് ചാർത്തിയിരിക്കുന്നത് നെറ്റിയിൽ. പിന്നെ തട്ടുകളായിട്ട് ഇങ്ങനെ കിരീടം ചാർത്തിയിട്ട് അതിനേറ്റവും മുകളിൽ ഒരു സ്വർണ്ണപ്പൂവ്, അതിന് നടുക്ക് ചുവപ്പ് നിറമാണ്, ഒരു വലിയ സ്വർണ്ണപ്പൂവ് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. അങ്ങനെയാണ് അയ്യപ്പൻ്റെ അലങ്കാരം. നല്ല തിളക്കത്തോട് കൂടിയിട്ട് ആഭരണങ്ങളൊക്കെ ധാരാളം അണിഞ്ഞിട്ടാണ് അയ്യപ്പൻ ഇരിക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ നല്ല സുന്ദരനായിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. അപ്പോൾ അയ്യപ്പൻ്റെ ആ രൂപമൊക്കെ എല്ലാവരും നന്നായി മനസ്സിൽ ധ്യാനിച്ചിട്ട് തൊഴുതു പ്രാർത്ഥിച്ചോളൂ കേട്ടോ. എല്ലാവരും അയ്യപ്പന് മുന്നിലും ഒന്ന് നമസ്കരിച്ചോളൂ. ഇനി നമുക്ക് ശിവരാത്രിയെക്കുറിച്ച് പറയാം. ഈ വരുന്ന ഫെബ്രുവരി 15-ാം തീയതി ഞായറാഴ്ചയാണ് കേട്ടോ മഹാശിവരാത്രി വരുന്നത്. ശിവരാത്രിയുടെ ഐതിഹ്യം പലർക്കും അറിയുന്നുണ്ടായിരിക്കും. അതായത് അമൃതമഥനം നടക്കുന്ന ഒരു സമയത്ത് കാളക്കൂട വിഷം ഉണ്ടായില്ലോ, ഹലാഹല വിഷം, അത് മഹാദേവൻ കുടിച്ചു. എല്ലാവരെയും സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്തായി, പാർവതീദേവി പറഞ്ഞു അത് ഇറക്കരുതെന്ന് പറഞ്ഞിട്ട് അവിടെ തടഞ്ഞു നിർത്തി. പുറത്തേക്ക് വരാതിരിക്കാൻ മഹാവിഷ്ണു ശ്രമിച്ചു. അപ്പോൾ അത് ഈ കഴുത്തിൻ്റെ ഭാഗത്തായിട്ട് അവിടെ നിന്നു. അങ്ങനെ നീലകണ്ഠൻ എന്നുള്ള ഒരു പേരും കൂടെ മഹാദേവന് ലഭിച്ചു. ആ കഥയൊക്കെ എല്ലാവർക്കും അറിയുന്നതാണ്, വിസ്തരിച്ച് പറയാത്തത് കേട്ടോ. അപ്പോൾ എന്തായി, വിഷം തീണ്ടിക്കഴിഞ്ഞാൽ എന്താ ചെയ്യുക? അപ്പോൾ പാമ്പൊക്കെ കടിച്ചു കഴിഞ്ഞാൽ രാത്രി ഉറങ്ങരുത് എന്ന് പറയാറുണ്ടല്ലോ. അതേപോലെ തന്നെയാണ് മഹാദേവന് വിഷം തീണ്ടി. അപ്പോൾ രാത്രി ഉറങ്ങാൻ പാടില്ല. അപ്പോൾ മഹാദേവൻ ഉറങ്ങാതിരിക്കണം. അപ്പോൾ എന്ത് ചെയ്യണം, ബാക്കിയുള്ള എല്ലാവരും കൂടിയിട്ട് ഉറക്കാതെ ഇരിക്കണം. മഹാദേവൻ ഉറങ്ങുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ പാർവതി ദേവിയും എല്ലാവരും സകല ചരാചരങ്ങളും മഹാദേവൻ ഉറങ്ങാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് ശുശ്രൂഷിച്ചുകൊണ്ട് ഇരുന്നു എന്നാണ് പറയുന്നത്. അതാണ് മഹാശിവരാത്രിയായിട്ട് നമ്മൾ ആചരിക്കുന്നത്. അപ്പോൾ അന്നത്തെ ദിവസം ഏറ്റവും പ്രാധാന്യമുള്ളത് ഉറക്കമുളയ്ക്കലിനാണ്.
നമ്മൾ ഉറങ്ങാതെ ഇരുന്നുകൊണ്ട്, കാരണം മഹാദേവൻ ഉറങ്ങുന്നില്ല, അപ്പോൾ നമ്മളും ഉറങ്ങാതെ ഇരുന്നു കൊണ്ട് ഭഗവാന്റെ നാമങ്ങളൊക്കെ ഓം നമഃ ശിവായ മന്ത്രങ്ങളൊക്കെ ചൊല്ലിക്കൊണ്ട് ഭഗവാനെ സേവിച്ചുകൊണ്ടിരിക്കുക. അതാണ് മഹാശിവരാത്രിയുടെ ഒരു ഐതിഹ്യമായിട്ട് പറയുന്നത് കേട്ടോ. വളരെ വിശേഷമാണ്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ഏകാദശി, ഇപ്പോൾ 1000 ഏകാദശി എടുക്കുന്നതിന് തുല്യമാണ് ശിവരാത്രി നോറ്റ് കഴിഞ്ഞാൽ എന്ന് പറയും. ശിവരാത്രി നോൽക്കുന്നതിന് അത്രയേറെ മഹാത്മ്യമുണ്ട്. ശിവരാത്രിയുടെ വ്രതം എങ്ങനെയാണ് എടുക്കേണ്ടതെന്ന് പറയാം. ഉറക്കമുളയ്ക്കൽ പ്രാധാന്യമാണ്. മഹാദേവ ക്ഷേത്രത്തിലൊക്കെ പോകുക, അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ലഭിക്കുന്നതെന്നറിയോ? എല്ലാ വിധത്തിലുള്ള പാപങ്ങളിൽ നിന്നുള്ള മോചനം. നമുക്ക് അങ്ങനെയല്ല വേണ്ടത്. പാപങ്ങളൊക്കെ നശിച്ചു പോയി കഴിഞ്ഞാലാണ് നമുക്ക് മോക്ഷം ലഭിക്കുക. അല്ലാതെ പാപങ്ങളായിട്ട് നമുക്ക് അങ്ങോട്ടേക്ക് പോകാൻ പറ്റില്ലല്ലോ. ഒന്നുകിലേ അതിൻ്റെ ഫലങ്ങളൊക്കെ നമ്മളിവിടെ അനുഭവിച്ച് തീരണം, അല്ലെങ്കിൽ അതെല്ലാം ഇല്ലാതാകണം. അതിന് ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു മാർഗമാണ് ശിവരാത്രി നോൽക്കുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇത്രയേറെ പ്രാധാന്യം. പിന്നെ ഈ പറയുന്ന പ്രദോഷമൊക്കെ കഴിഞ്ഞിട്ട്, അതായത് ശനിയാഴ്ച പ്രദോഷമാണ്, അത് കഴിഞ്ഞിട്ട് ഞായറാഴ്ച വളരെ വിശേഷപ്പെട്ട ഒരു ദിവസമാണ്. അന്ന് തന്നെയാണ് മഹാശിവരാത്രിയും വരുന്നത്. അതുകൊണ്ടൊക്കെയാണ് ഇത്രയേറെ പ്രാധാന്യം ഈ വർഷത്തെ ഒരു ശിവരാത്രിക്ക് വന്നത് കേട്ടോ. അപ്പോൾ ശിവരാത്രി വ്രതമൊക്കെ എല്ലാവരും നോൽക്കുക. നോൽക്കേണ്ടത് എങ്ങനെയാണെന്നും കൂടെ പറഞ്ഞു തരാം. ശിവരാത്രി നോൽക്കേണ്ടതേ നമ്മൾ ഏകാദശി നോൽക്കൂലോ, അതേപോലെ തന്നെയാണ് ഇത്. പൂർണ്ണമായിട്ടുള്ള ഉപവാസം അല്ലെങ്കിൽ ഒരിക്കലോട് കൂടിയിട്ട് തലേദിവസം തന്നെ തുടങ്ങുക, അങ്ങനെ തന്നെയാണ് ചെയ്യണം. മുഴുവനായിട്ട് നോൽക്കണം എന്നാണ് പറയുക. അപ്പോൾ തലേ ദിവസം, അതായത് നാളത്തെ ദിവസം ഒരിക്കലൂണോട് കൂടിയിട്ട് വേണം നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ രാത്രിയൊന്നും കഴിക്കാനായിട്ട് പാടില്ല. ഉച്ചയ്ക്ക് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ശിവരാത്രിയുടെ അന്ന്, അതായത് ഞായറാഴ്ച അതിരാവിലെ എണീറ്റ് കുളിക്കുക, ക്ഷേത്ര ദർശനമൊക്കെ നടത്തുക കേട്ടോ. അപ്പോൾ തീർത്ഥം സേവിച്ചുകൊണ്ട് ഉപവാസം തുടങ്ങാം. ഉപവാസമാണ് ഏറ്റവും ഉത്തമം എന്ന് പറയാറുണ്ട്. സാധിക്കാത്തവരുണ്ടായിരിക്കും, അതും എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് ഞാൻ മുൻപ് പറഞ്ഞു തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഉപവാസം അനുഷ്ഠിക്കുക. എന്നിട്ട് രാത്രി ഉറങ്ങാനായിട്ട് പാടില്ല, ഉറക്കമുളയ്ക്കണം. അതിപ്പോൾ ക്ഷേത്രത്തിലൊക്കെ പോയി ഇരുന്നിട്ട് ഉറക്കമുളയ്ക്കുന്നവരുണ്ടായിരിക്കും. അങ്ങനെയുള്ളവർക്ക് അങ്ങനെ ചെയ്യാം. ഭഗവാന്റെ നാമങ്ങൾ ചൊല്ലിക്കൊണ്ട് ഭഗവാന്റെ എന്തെങ്കിലും കീർത്തനങ്ങൾ അല്ലെങ്കിൽ ശിവസഹസ്രനാമം ഇതൊക്കെ ചൊല്ലിക്കൊണ്ട് രാത്രി ഉറക്കമുളയ്ക്കാം. ഇപ്പോൾ വീടുകളിലാണെങ്കിലും ചെയ്യാവുന്നതേ ഉള്ളൂ. ഉറങ്ങാനായിട്ട് പാടില്ല എന്ന അതിൻ്റെ സങ്കല്പം ഞാൻ പറഞ്ഞിരുന്നല്ലോ. ഭഗവാൻ ഉറങ്ങാതിരിക്കുകയാണ്, അപ്പോൾ നമ്മളെല്ലാവരും കൂടി ഭഗവാനെ കാവലിരിക്കുകയാണ് ശുശ്രൂഷിച്ചുകൊണ്ട്. എന്താ ഉണ്ടാവുകയെന്ന് അറിയില്ലല്ലോ, കാരണം വിഷം തീണ്ടിയിരിക്കല്ലേ. അപ്പോൾ അങ്ങനെയാണ് ഉറക്കമുളയ്ക്കുന്നതിന് പ്രാധാന്യമുണ്ട് കേട്ടോ. അതിന് പിറ്റേ ദിവസം ഇതേപോലെ തന്നെ അതിരാവിലെ കുളി കഴിഞ്ഞതിന് ശേഷം ക്ഷേത്രത്തിൽ പോകുക. അവിടെ നിന്ന് തീർത്ഥം സേവിച്ചുകൊണ്ട് വേണം പാരണ വിടാനായിട്ട്. ഏകദേശം ഒരു 6 മണിയോട് കൂടിയിട്ട് പാരണ വിടാം കേട്ടോ. ഉറങ്ങാതിരിക്കുകയാണല്ലോ നമ്മൾ, അപ്പോൾ ഉറക്കം എണീക്കേണ്ട ആവശ്യമില്ല. കുളിച്ചിട്ട് ക്ഷേത്രത്തിൽ പോകുക, തീർത്ഥം സേവിക്കുക. ക്ഷേത്രത്തിൽ ശിവക്ഷേത്രത്തിൽ പോകുന്നത് ഏറ്റവും ഉത്തമമാണ്. ഇപ്പോൾ തൊട്ടടുത്ത ശിവക്ഷേത്രം അല്ലെങ്കിൽ ഏതെങ്കിലും ക്ഷേത്രത്തിൽ പോകാം. ഇപ്പോൾ പോകാൻ സാധിക്കാത്തവരാണെങ്കിലും വിരോധമില്ല. ശിവരാത്രി നോൽക്കുക എന്നുള്ളതാണ് പ്രധാനം. അങ്ങനെയാണ് പറയാറുള്ളത് കേട്ടോ. പിന്നെ ഭക്ഷണം, ഉപവാസം, പൂർണ്ണമായിട്ടുള്ള ഉപവാസം എടുക്കാനായിട്ട് സാധിക്കാത്തവരുണ്ടായിരിക്കും. സ്ഥിരമായി മരുന്ന് കഴിക്കുന്നവർ, അത് ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ളവർ, അവർക്കൊക്കെ എന്താ ചെയ്യേണ്ടത്? വെള്ളം കുടിക്കാം. പാല്, പഴങ്ങൾ അല്ലെങ്കിൽ കരിക്കും വെള്ളം അങ്ങനെയൊക്കെ കുടിച്ചുകൊണ്ട് ശിവരാത്രി നോൽക്കാം കേട്ടോ. അതേപോലെ തന്നെ ഇപ്പോൾ അരിഭക്ഷണം ഒഴിവാക്കുക. അത് നമ്മൾ എങ്ങനെയാണോ നമ്മൾ ഏകാദശിയുടെ കാര്യങ്ങൾ പറയാറുള്ളത്, അതേപോലെ തന്നെ അരിഭക്ഷണം ഒഴിവാക്കിക്കൊണ്ട് ലഘുഭക്ഷണങ്ങൾ കഴിച്ചുകൊണ്ട്, തീരെ പറ്റാത്തവരാണ് കേട്ടോ പറയണത്, അങ്ങനെ കഴിച്ചുകൊണ്ട് ശിവരാത്രി വ്രതം നോൽക്കാവുന്നതാണ് കേട്ടോ. പിന്നെ ശിവരാത്രിയുടെ അന്ന് ക്ഷേത്രത്തിൽ പോകുന്ന സമയത്ത്, ശിവക്ഷേത്രത്തിലൊക്കെ പോകുന്ന സമയത്ത് ഭഗവാന് ഇഷ്ടപ്പെട്ട കൂവളത്തിലൊക്കെ സമർപ്പിക്കാം. കൂവള ഇല കൊണ്ട് മാലയൊക്കെ ഉണ്ടാക്കിയിട്ട് കോർത്തിട്ട് ഭഗവാനെ സമർപ്പിക്കാം. ധാരയൊക്കെ ചെയ്യാം. അതൊക്കെ വളരെ വിശേഷപ്പെട്ട വഴിപാടാണ്. പിന്നെ ഭസ്മൊക്കെ നെറ്റിയിൽ തൊടുന്നത്. അതേപോലെ തന്നെ നമഃശിവായ മന്ത്രം ചൊല്ലാം. എത്രത്തോളം ചൊല്ലാനായിട്ട് സാധിക്കണോ അത്രത്തോളം ചൊല്ലാം, നല്ല ഭക്തിയോട് കൂടിയിട്ട്. പിന്നെ മനസ്സിലെ ദുഷ്ടചിന്തകളൊന്നും പാടില്ല കേട്ടോ. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത്രയും ശുദ്ധനായിട്ടുള്ള ആളാണ് മഹാദേവൻ എന്ന് പറയണത്. അപ്പോൾ ആരെയും ഉപദ്രവിക്കാതിരിക്കുക, കഴിയുന്നത്ര നമുക്ക് മറ്റുള്ളവർക്ക് ചെയ്യാൻ കൊടുക്കുന്ന ദാനധർമ്മങ്ങളൊക്കെ ചെയ്യുന്നത് വളരെ വിശേഷമാണ് കേട്ടോ. പ്രത്യേകിച്ച് ഇത്രയും വിശേഷപ്പെട്ട ദിവസങ്ങളിലൊക്കെ ചെയ്യുമ്പോൾ അതിനൊക്കെ ഇരട്ടി ഫലമാണ് ലഭിക്കുക. അപ്പോൾ അങ്ങനെയുള്ള സത്കർമ്മങ്ങളൊക്കെ ചെയ്യുക, ശുഭചിന്തകളോട് കൂടിയിട്ട് ആ ഒരു ദിവസം നമ്മൾ ഭഗവാന്റെ സന്നിധിയിൽ, ഇവിടെ പോകാൻ സാധിക്കാത്തവർ വീട്ടിലിരുന്നു കൊണ്ട് നമഃശിവായ മന്ത്രം ചൊല്ലിക്കൊണ്ട്, ശിവസഹസ്രനാമം ചൊല്ലിക്കൊണ്ട്, ഏതാണോ നമുക്ക് അറിയാവുന്നത് അത് ചൊല്ലുക. ഒന്നും അറിയാത്തവർ നമഃശിവായ ചൊല്ലുക. അങ്ങനെ ചൊല്ലിക്കൊണ്ട് ഭഗവാന്റെ സന്നിധിയിലായിരിക്കുക മനസ്സുകൊണ്ട്. അതാണ് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും ശിവരാത്രിയൊക്കെ നന്നായി തന്നെ നോൽക്കാനായിട്ട് സാധിക്കട്ടെ കേട്ടോ. ശിവരാത്രിയൊക്കെ നോറ്റ് കഴിഞ്ഞാലുണ്ടല്ലോ
നേരത്തെ പറയുന്നു, സകല പാപങ്ങളും നശിക്കുന്നതാണ് പറയാം. ഇപ്പം എത്ര മോശപ്പെട്ട വ്യക്തിയാണെങ്കിൽ കൂടെ എന്ത് തരത്തിലുള്ള തെറ്റുകൾ അല്ലെങ്കിൽ പാപങ്ങളൊക്കെ ചെയ്തവരായിക്കോട്ടെ, ശിവരാത്രി നോറ്റി കഴിഞ്ഞാൽ അതിൽ നിന്നെല്ലാം മോചനം ലഭിക്കുന്നതാണ് പറയാം. അതിനൊരു കഥ ശിവപുരാണത്തിൽ പറയുന്നുണ്ട് കേട്ടോ. അത് ഇപ്പോൾ ഈ ചണ്ടാളന്മാര് വേടന്മാര് അവരൊക്കെ അറിയാതെ ശിവരാത്രി നോൽക്കുക, എന്നിട്ട് ഭഗവാന്റെ സന്നിധിയിലെത്തുക, അതാണ് പറയുന്നത്. ഒരു വേടന്റെ കഥയാണ് അങ്ങനെ പറയാറുള്ളത്. ഒരു വേടൻ, ഈ വേടന്മാരൊക്കെ എങ്ങനെയാ അവരുടെ ഭക്ഷണം എന്ന് പറയുന്നത് വേട്ടയാടി ലഭിക്കുന്ന വസ്തുക്കൾ, അതായത് മൃഗങ്ങൾ, അവരൊക്കെ ആണ് അവർ ഭക്ഷണമാക്കുക. അങ്ങനെ വേടന് വന്നിട്ട് ഒരു മരത്തിന്റെ മുകളിൽ കയറിയിരുന്നു. അപ്പൊ ഈ മരാകട്ടെ അതൊരു കൂവള മരമായിരുന്നു കേട്ടോ. പക്ഷെ വേടൻ അറിയില്ല. അയാൾ അമ്പും വില്ലൊക്കെ ആയിട്ട് ഇരുന്നു. അങ്ങനെ ഏതെങ്കിലുമൊക്കെ മൃഗങ്ങളെ വേണമല്ലോ പിടിക്കാനായിട്ട്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഒരു മാൻ വന്നു. അപ്പൊ ഈ മാനാണെങ്കിലോ പൂർണ്ണ ഗർഭിണിയായിരുന്നു കേട്ടോ. അപ്പൊ ഈ വേടൻ ഇങ്ങനെ കൊല്ലാനായിട്ട് നിൽക്കുകയാണല്ലോ. അപ്പൊ മാൻ അത് കണ്ടപ്പോൾ പറഞ്ഞു, അയ്യോ എന്നെ ഇപ്പൊ ഉപദ്രവിക്കരുത്, ഞാൻ പ്രസവിച്ചിട്ട് വരാം, അതായത് ആ കുഞ്ഞിനെ ഞാൻ ഉപേക്ഷിച്ചിട്ട് ഞാൻ അങ്ങേരുടെ അടുത്തേക്ക് വന്നോളാം, അങ്ങേക്ക് ഭക്ഷണം ആയിക്കോളാം, ഇപ്പൊ എന്നെ വെറുതെ വിടുമെന്ന് പറഞ്ഞു. അപ്പൊ അത് കേട്ടപ്പോൾ വേടൻ ശരി എന്നുള്ള രീതിയിൽ ഇനിയും വരുമല്ലോ മാൻ എന്നുള്ള രീതിയിൽ ഇരുന്നു. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ വേറൊരു മാൻ കൂടെ വന്നു. അതൊരു പേടമാനാണ് വന്നത്. ഇതുപോലെ പറഞ്ഞു, എൻ്റെ ഭർത്താവ് അവിടെ കാത്തിരിക്കുന്നുണ്ട്, അതുകൊണ്ട് എനിക്ക് പോയേ പറ്റുള്ളൂ. ഞാൻ പോയിട്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ എന്നെ കാത്തിരിക്കും, കാണാതായി കഴിഞ്ഞാൽ സങ്കടപ്പെടില്ലേ, അപ്പോൾ പോയി അത് പറഞ്ഞതിന് ശേഷം ഞാൻ തിരികെ വരാം, എന്നിട്ട് ഞാൻ നിൻ്റെ ഭക്ഷണം ആയിക്കോളാം എന്ന് പറഞ്ഞു. അപ്പോഴും വേടൻ സമ്മതിച്ചു. പിന്നെ ഇതുപോലെ വേറെ ഒരു മാൻ വന്നു, അതിനെയും ഇതുപോലെ വിട്ടയച്ചു. അപ്പോൾ പറഞ്ഞപ്പോൾ എന്തോ വേടൻ അങ്ങനെ ചെയ്യാനായിട്ട് തോന്നി കേട്ടോ. കുറച്ച് കഴിഞ്ഞപ്പോൾ വേറൊരു മാൻകുട്ടി, ഒരു നാലാമതായിട്ടൊരു മാൻകുട്ടി വന്നിട്ട് പറഞ്ഞു. അപ്പോഴും വേടൻ അമ്പ ചെയ്യാനായിട്ട് നിൽക്കുക. അപ്പോൾ ഈ മാൻകുട്ടി പറഞ്ഞേ, അതെ മുന്നേ വന്നവരൊക്കെ നീ വെറുതെ വിട്ടില്ലേ, അതുകൊണ്ട് എന്നെയും വെറുതെ വിടൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഇതെങ്ങനെയാണ് നീ അറിഞ്ഞേ എന്നുള്ള ഒരു ചോദ്യം വന്നൂല്ലോ, എങ്ങനെയാണ് ഈ മാൻകുട്ടി ഇതൊക്കെ അറിഞ്ഞത്? അപ്പോൾ പറഞ്ഞു, എൻ്റെ കൂട്ടത്തിലുള്ളവരാണ് അവരൊക്കെ, അതുകൊണ്ട് അവർ പറഞ്ഞിട്ടാണ് ഞാൻ അറിഞ്ഞത്, എന്നെയും കൂടെ വെറുതെ വിടൂ എന്ന് പറഞ്ഞു. അപ്പോൾ വേടൻ വെറുതെ വിട്ടു. വേറെ എന്താ ചെയ്യുക, അങ്ങനെ ചെയ്യാനാണ് അദ്ദേഹത്തിന് അപ്പോൾ ആ സമയത്ത് തോന്നിയത്. അങ്ങനെ ഇപ്പോൾ ഈ ഇരിക്കുന്ന ഈ മരം ഉണ്ടല്ലോ, അതിന് ചുവടെയായിട്ടൊരു ശിവലിംഗം കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങോട്ട് നീങ്ങുക ഇങ്ങോട്ട് നീങ്ങുക. അപ്പോൾ അതിൻ്റെ ഇടയിലൊക്കെ ഈ മരത്തിൻ്റെ മുകളിൽ നിന്ന് കൂവളത്തിലകൾ ഈ ശിവലിംഗത്തിൽ വീഴുന്നുണ്ടായിരുന്നു. അപ്പോൾ വേടൻ അറിയാതെ തന്നെ കൂവള ഇല കൊണ്ട് ഭഗവാൻ അഭിഷേകം ചെയ്തു. അറിയാതെ ചെയ്തതാണ്, പക്ഷെ അത് എത്രയോ വലിയ ഒരു പുണ്യമാണെന്നുള്ളത് വേടൻ അറിഞ്ഞില്ല. പിന്നെ എന്താ ചെയ്തെന്നറിയോ, അന്ന് ഭക്ഷണമൊന്നും കിട്ടിയില്ല. കാരണം ഈ വരുന്ന മാൻകുട്ടികളെയൊക്കെ പറഞ്ഞു വിടുകയാണ്. അതുകൊണ്ട് ഒന്നും ഭക്ഷണമാക്കാനായിട്ട് സാധിച്ചില്ല. വിശപ്പ് കൊണ്ട് അന്ന് ഉറങ്ങാനായിട്ടും സാധിച്ചില്ല. നന്മകളാണ് ചെയ്തത് അന്ന് മുഴുവൻ. അറിയാതെയാണ് ചെയ്തെങ്കിലൂടെ ഭഗവാനെ അർച്ചന ചെയ്തു കൂവളത്തില കൊണ്ട്. ഈ മാൻകുട്ടികളെ, മാൻപേടകൾക്ക് ജീവനാണ് നൽകിയത്. ഏറ്റവും വലിയ ദാനമാണ് ജീവൻ എന്ന് പറയുന്നത്. ഏറ്റവും വലിയ ദാനം അന്നദാനാണെന്ന് ഞാൻ പറയാറുണ്ട്. കാരണം അന്നം നൽകുന്നതിലൂടെ ഒരാൾക്ക് ജീവനാണ് നൽകുന്നത്. അതേ ജീവനാണ് ഇവിടെ ആ മാൻകുട്ടികൾക്ക് അല്ലെങ്കിൽ മാൻപേടയ്ക്കൊക്കെ തിരികെ കൊടുത്തത്. അപ്പോൾ അത്രയും സത്കർമ്മങ്ങൾ ചെയ്തത് കൊണ്ട് ആ വേടൻ്റെ അതുവരെ ചെയ്ത എല്ലാ പാപങ്ങളും നീങ്ങി എന്നാണ് പറയണത്. അപ്പോൾ തന്നെ മഹാദേവൻ അദ്ദേഹത്തിൻ്റെ ആളുകളൊക്കെ ആയിട്ട് വന്ന് വിമാനത്തിൽ പറന്നിറങ്ങി ഈ വേടനെ കൈലാസത്തിലേക്ക് കൊണ്ടുപോയി എന്നാണ് കഥ പറയണത്. ശിവപുരാണത്തിൽ പറയുന്ന ഒരു കഥയാണ് കേട്ടോ. അതായത് എന്തൊക്കെ പാപങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിലും ഈ ഒരു ശിവരാത്രി അറിയാതെ നോറ്റപ്പോൾ ഇതാണ് ഫലം ലഭിച്ചത്. അപ്പോൾ നമ്മൾ അറിഞ്ഞുകൊണ്ട് ഭഗവാനെ സേവിച്ചുകൊണ്ട് നന്മകൾ ചെയ്തുകൊണ്ടൊക്കെ നോൽക്കുകയാണെങ്കിൽ അതിൻ്റെ ഫലം ഒന്ന് നോക്കൂ. എല്ലാവരും ശിവരാത്രി ഒന്ന് നോറ്റു നോക്കൂ, എന്നിട്ട് അതിൻ്റെ ഫലം എന്താണെന്നൊന്ന് അറിഞ്ഞു നോക്കൂ. അത്രയും മഹത്തായ ഒരു ദിവസമാണ് ഈ വരുന്ന മഹാശിവരാത്രി കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നോൽക്കാനായിട്ട് സാധിക്കട്ടെ. ഇവിടെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ അടുത്തും മഹാദേവന്റെ ക്ഷേത്രങ്ങളുണ്ട്. മമ്മിയൂർ ശിവക്ഷേത്രം എല്ലാവർക്കും അറിയാം. അതുകൂടാതെ പെരുന്തട്ട ശിവക്ഷേത്രമുണ്ട്, പിന്നെ ചൊവ്വല്ലൂർ ശിവക്ഷേത്രമുണ്ട്. ഇവിടെയൊക്കെ വളരെ വിശേഷമാണ് കേട്ടോ. മമ്മിയൂരൊക്കെ വളരെ വലിയ പരിപാടികളൊക്കെയാണ് ഈ ശിവരാത്രിയോടനുബന്ധിച്ച് നടക്കുന്നത്. മത്തവിലാസം കൂത്തൊക്കെ നടക്കാറുണ്ട്. ഞാൻ മുൻപ് ഒരു സമയത്ത് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു മത്തവിലാസം കൂത്ത് ഈ ശിവരാത്രിയോടനുബന്ധിച്ചാണ് നടക്കുക എന്നുള്ളത്. കഴിഞ്ഞ 3 ദിവസങ്ങളിലായിട്ടായിരുന്നു. അങ്ങനെ വിശേഷപ്പെട്ട പല പരിപാടികളും ഓരോ ശിവക്ഷേത്രങ്ങളിലും നടക്കാറുണ്ട്. അപ്പോൾ അവിടെയൊക്കെ പങ്കെടുക്കുക, നമ്മുടെയൊക്കെ സാന്നിധ്യം അവിടെ ഉണ്ടായിരിക്കുക. വലിയൊരു പോസിറ്റീവ് എനർജിയാണ് എല്ലാവർക്കും അതിലൂടെ ലഭിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ വീടിനടുത്തൊക്കെയുള്ള ശിവക്ഷേത്രങ്ങൾ ഉണ്ടായിരിക്കും. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളെ പറ്റിയിട്ടൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പിന്നെ അതുപോലെ തന്നെ ഈ ദിവസങ്ങളിൽ പ്രത്യേകിച്ച് മഹാദേവൻ ശിവപാർവതിമാർക്ക് അവരുടെ വിശേഷങ്ങളൊക്കെ നമ്മൾ ആചരിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവർക്ക് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ദാമ്പത്യ സുഖം അതൊക്കെ ഉണ്ടാകുന്ന പറയുക, കുട്ടികളൊക്കെ ഉണ്ടാകാനായിട്ട്. അപ്പോൾ ശിവരാത്രിയൊക്കെ നോൽക്കുന്ന സമയത്തെ ദമ്പതികൾ ഒരുമിച്ച്
ഇത് ഒരുമിച്ച് ഒരുമയോട് കൂടിയിട്ട് ശിവരാത്രിയൊക്കെ നോൽക്കുക, ഉറക്കമുളയ്ക്കുക, ക്ഷേത്രത്തിലൊക്കെ പോകുക, അതൊക്കെ വളരെ നല്ലതാണെന്ന് പറയാറുണ്ട് ദാമ്പത്യ സുഖത്തിനായിട്ടും. ഇപ്പോൾ നമ്മുടെ ദാമ്പത്യത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടോ, അതൊക്കെ മാറാനായിട്ട് മഹാദേവനെ, ശിവപാർവതിമാരെ, അതേപോലെ തന്നെ ശിവരാത്രിയൊക്കെ നോൽക്കുന്നത് വളരെ നല്ലതാണ്. കാരണം മഹാദേവന് ഒരു അപകടം പറ്റിയപ്പോൾ പാർവതി ദേവി ഉറങ്ങാതെ ഇങ്ങനെ ശുശ്രൂഷിച്ചിരിക്കുകയാണ് ചെയ്തത്. അപ്പോൾ അവർ തമ്മിലുള്ള ആ ഒരു ഐക്യമാണ് അവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ആ ഒരു ഐക്യം എല്ലാവരുടെയും ദാമ്പത്യത്തിലും ഉണ്ടാകും. അതാണ് അതിൻ്റെ സങ്കല്പം, അതാണ് അവിടുത്തെ വിശ്വാസം. അപ്പോൾ ദമ്പതികളൊക്കെ വഴക്കൊക്കെ മാറ്റി വെച്ചിട്ട്, വഴക്കൊക്കെ കൂടും, അതൊക്കെ സ്വാഭാവികമാണ്. അതല്ലാതെ എല്ലാം മാറ്റി വെച്ചിട്ട് നന്നായി ഒത്തൊരുമയോട് കൂടിയിട്ട് ശിവരാത്രിയൊക്കെ നോൽക്കുക കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ശിവരാത്രിയൊക്കെ നോറ്റോളൂ. ഇന്നത്തെ വീഡിയോയും ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ. തൊഴാൻ പോയ വിശേഷങ്ങളും അലങ്കാരങ്ങളും പുതിയ അറിവുകളും ഒക്കെ ആയിട്ട് നാളത്തെ വീഡിയോയിൽ കാണാം. ഹരേ കൃഷ്ണ, ഹരേ ഗുരുവായൂരപ്പ.